കൊയിലാണ്ടി മണ്ഡലത്തിലെ പല വീടുകളിലും ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായി ഗൃഹസന്ദർശന പരിപാടി പങ്കെടുത്തിരുന്നു. ആളുകൾക്ക് പറയാനുള്ളതൊക്കെ കേട്ട് മറുപടിയൊക്കെ കൊടുത്തു പോയി. എന്നാൽ പല വീടുകളും അല്ല സ്ഥാനാർത്ഥിയായി ദാസേട്ടൻ മത്സരിപ്പിക്കാൻ പറ്റുമോ എന്ന് പറയും. ഞാൻ പറഞ്ഞ അന്നിപ്പം തീരുമാനിച്ചില്ല, ഇനി മാസങ്ങൾ കഴിഞ്ഞേ തീരുമാനിക്കുകയുള്ളൂ. ആളുകൾ അങ്ങനെ ഒരു ചിന്താഗതിയാണ്. വളരെ സൗമ്യമാണ്. ജനങ്ങൾക്കിടയിലുള്ള ഒരു നാട്യങ്ങളും ഇല്ലാതെ ജനങ്ങൾക്കിടയിലുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ദാസേട്ടൻ. കഴിഞ്ഞ 10 കൊല്ലം MLA എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല, ഒരാളെ കാരണയും വാങ്ങിയിട്ടില്ല, ഒരു മോശവും ആരും പറഞ്ഞിട്ടില്ല. ആർക്കും സമീപിക്കാം, എല്ലായിടത്തും ഓടിയെത്തും. ജനങ്ങൾക്കൊരു ധൈര്യമായിരുന്നു ദാസേട്ടൻ. ആ ദാസേട്ടനാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നേരത്തെ വിശ്വമായിട്ടും പിന്നെ ദാസേട്ടനും ഒക്കെ തുടങ്ങി കൊണ്ടുവന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ കൊയിലാണ്ടിയുണ്ട്. നമുക്കൊക്കെ വലിയ വിഷമം എല്ലാ കാലവും നിൽക്കുന്ന നിലയിൽ അകാലത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞ കാനത്തിൽ ജമീല ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വളരെ സജീവമായി നമുക്കൊപ്പം ഉണ്ടാകേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഒട്ടേറെ വികസനം ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിനൊക്കെ തുടർച്ച വേണം.